Hi, my dears. Good morning. Welcome back to our next history class. Last day, we studied about up to the limitations of civil disobedience. Today, we need to study about the limitations of civil disobedience movement. Last day, we studied about the high participants of the movement. We studied about who are the rich peasant communities, poor peasants, business class, industrial working classes, then industrial workers. Next, we need to study the limitations of civil disobedience movement. That's an important question. What are the limitations of civil disobedience movement? Okay, what about the limits of civil disobedience movement? Listen to that. Not all the social groups were moved by the abstract concept of Swaraj. One such group was the nation's untouchables, who formed around the 1930s had begun to call themselves Dalit or oppressed. For long, the Congress had ignored the Dalits for fear of offending the Sanatanis, the conservative high caste Hindus. But Mahatma Gandhi declared that Swaraj would not come for 100 years if untouchability was not eliminated. He called the untouchables Harijans or the children of God. Okay, what about here? Not all social groups were moved by the abstract concept of Swaraj. സ്വരാജ് എന്നുള്ള കൺസെപ്റ്റായിട്ട് എല്ലാ സോഷ്യൽ ഗ്രൂപ്പ്സും ഒരുപോലെ മൂവ് ചെയ്തില്ല എന്നുള്ളതാണ് സേയിങ് ഹിയർ. വൺ സച്ച് ഗ്രൂപ്പ് വാസ് എ നാഷൻസ് അൺടച്ചബിൾസ്, അതായത് തൊട്ടുകൂടാത്തവരെന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു ഇന്ത്യയിലെ കാസ്റ്റ് സിസ്റ്റത്തിൽ. കാസ്റ്റിനനുസരിച്ച് ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകളായിരുന്നു ഈ അൺടച്ചബിൾസ് എന്നറിയപ്പെട്ടിരുന്നത്. ഹൂ ഫ്രം അറൌണ്ട് ദ 1930s, അറൌണ്ട് 1930s ഹാഡ് ബിഗൻ ടു കോൾ ദംസെൽസ്, അവരെ തന്നെ വിളിച്ചു എന്ത്, ദളിത് എന്ന് പറഞ്ഞാൽ ഓർ ഒപ്രസ്ഡ്, അതായത് താഴ്ത്തപ്പെട്ടവർ, അടിച്ചമർത്തപ്പെട്ടവർ എന്ന് അവരെ തന്നെ വിളിച്ചു ദളിത്സ് എന്ന്. ഇപ്പോഴും നമ്മൾ ദളിത്സ് എന്നറിയപ്പെടുന്ന വിഭാഗം നമ്മുടെ ചുറ്റുപാടുമുണ്ട് അല്ലേ. സോ ഫോർ ലോങ് ദ കോൺഗ്രസ് ഹാഡ് ഇഗ്നോർഡ് ദ ദളിത്സ്. ഒരുപാട് കാലം കോൺഗ്രസ് പാർട്ടി ഈ ദളിത്സിനെ അവഗണിച്ചിരുന്നു, അതായത് അവരെ അടുപ്പിച്ചിരുന്നില്ല. ഫോർ ഫിയർ ഓഫ് ഒഫെൻഡിങ് ദ സനാതനീസ്, ദ കൺസർവേറ്റീവ് ഹൈ കാസ്റ്റ് ഹിന്ദുസ്. ഈ ഹരിജൻസിന്റെ പ്രോബ്ലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ദളിത്സിന്റെ പ്രോബ്ലം എന്ന് പറയുന്നത് അവരെ എന്താണ്, എല്ലാവരും അടിച്ചമർത്തപ്പെട്ടവരായിട്ട്, അവരെ തൊട്ടുകൂടാൻ പറ്റാത്തവരായിട്ട് കൺസിഡർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഹിന്ദുസിന്റെ തന്നെ ഹൈ കാസ്റ്റ്, അതിന്റെ മുകളിലുള്ള കാസ്റ്റുകളാണ് അത്തരത്തിലുള്ള സിസ്റ്റം കൊണ്ടുവന്നത്. അപ്പോൾ കോൺഗ്രസിലുള്ള മെയിൻ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരു വിഭാഗം സനാതനീസ് ആണ്. സനാതനീസ് എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ ഹൈ കാസ്റ്റിലുള്ള ആളുകൾ. കൺസർവേറ്റീവ് ഹൈ കാസ്റ്റ് ഹിന്ദുസ്, കൺസർവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം മുമ്പേ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്ന ആളുകൾ അല്ലേ. ഹിന്ദുസിലുള്ള ഹൈ കാസ്റ്റ് മെമ്പേഴ്സിനെയാണ് സനാതനീസ് എന്ന് അറിയപ്പെടുന്നത്. ഈ സനാതനീസ് മെയിനായിട്ടും കോൺഗ്രസ്സിൽ ആക്റ്റീവ് ആയിരുന്നു. അപ്പോൾ ഹരിജൻസിന്റെ ദളിത്സിന്റെ മെയിൻ ആയിട്ടുള്ള ശത്രുക്കൾ, എനിമീസ് എന്ന് പറയുന്നത് ഈ സനാതനീസ് ആണ്. കാരണം അവരാണ് ഇവർ അടിച്ചമർത്തിയിരുന്നത്, അവരെ അൺടച്ചബിൾസ് ആയിട്ട് കണക്കാക്കിയത് ഈ സനാതനീസ് ആണ്. അപ്പൊ ഈ സനാതനീസ് കോൺഗ്രസ്സിലുള്ളതുകൊണ്ട് അവര് ഇതിൽ നിന്ന് വിട്ടുപോകുന്നുള്ള പേടിയുണ്ട് ദളിത്സിനെ എന്ത് ചെയ്തു ഇഗ്നോർ ചെയ്തു ബൈ ദ കോൺഗ്രസ് ഫോർ എ ലോങ് ടൈം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ബട്ട് മഹാത്മാഗാന്ധി ഡിക്ലെയർഡ് ദാറ്റ് മഹാത്മാഗാന്ധി അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കേട്ടോ, ദളിത്സുമായിട്ടുള്ള മഹാത്മാഗാന്ധി എങ്ങനെയാണ് കണക്ഷൻ എന്ന്, അല്ലെങ്കിൽ എന്താണ് അയാൾ എക്സ്പ്ലെയിൻ ചെയ്തതെന്നൊക്കെ. മഹാത്മാഗാന്ധി ഡിക്ലെയർഡ് ദാറ്റ് സ്വരാജ് വുഡ് നോട്ട് കം ഫോർ 100 years. 100ഓളം വർഷം കൊണ്ടും സ്വരാജ്യം കിട്ടില്ല, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടില്ല. എങ്ങനെയാണെങ്കിൽ ഈ അൺടച്ചബിലിറ്റി വാസ് നോട്ട് എലിമിനേറ്റഡ്, ഈ തൊട്ടുകൂടാൻ പറ്റാത്ത ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു സമ്പ്രദായം, സിസ്റ്റം ഒഴിവാക്കിയില്ലെങ്കിൽ 100 വർഷത്തോളം നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടില്ല എന്നുള്ളതാണ് ടോൾഡ് ബൈ ഗാന്ധിജി. ഓക്കെ, ഹി കോൾഡ് ദ അൺടച്ചബിൾസ് ഹരിജൻ. ഈ അൺടച്ചബിൾസിനെ ഗാന്ധിജി വിളിച്ചിരുന്നത് ഹരിജൻ എന്നാണ്. ഹരിജൻ മീൻസ് ചിൽഡ്രൻ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ കുട്ടികൾ എന്നാണ് അവരെ സ്നേഹത്തോടെ ഗാന്ധിജി വിളിച്ചിരുന്നത്. ഹി ഓർഗനൈസ്ഡ് സത്യാഗ്രഹ ടു സെക്യൂർ ദം എൻട്രി ഇൻ ടു ടെമ്പിൾസ്. അന്ന് ആ കാലങ്ങളിൽ ദളിത്സിന്, ഈ അൺടച്ചബിൾസിന് അമ്പലത്തിൽ പോകാനോ അക്സസ് ടു പബ്ലിക് വെൽസ്, സ്വന്തമായിട്ട് ആർക്കും കിണറുണ്ടായിരുന്നില്ല, പൊതു കിണറുകളാണ് ഉണ്ടായിരുന്നത്. ആ കിണറിൽ നിന്ന് വെള്ളം എടുക്കാനോ
പബ്ലിക് റോഡ്സും സ്കൂൾസും ഒന്നും യൂസ് ചെയ്യാനും അനുവദിച്ചിരുന്നില്ല. അപ്പോൾ ഗാന്ധിജി ഓർഗനൈസ്ഡ് സത്യാഗ്രഹ ടു സെക്യൂർ ദം, അവരെ സെക്യൂർ ആക്കാൻ എന്തിലെല്ലാം വേണ്ടി, എൻട്രി ഇൻ ടു ടെമ്പിൾസിൽ പ്രവേശിക്കാൻ, ആക്സസ് ടു പബ്ലിക് വെൽസ്, ടാങ്ക്സ്, റോഡ്സ് ആൻഡ് സ്കൂൾസ്. He himself cleaned toilets to dignity the work of the Bangi, the sweepers. അതായത് പണ്ട് കാലത്തെ ഉള്ള ടോയ്ലറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്, ടോയ്ലറ്റ് യൂസ് ചെയ്താൽ അതിൻ്റെ വേസ്റ്റ് കൊണ്ടുപോയിട്ട് വേറെ പ്ലേസസിൽ നിക്ഷേപിക്കേണ്ടി വരും. ഈ വലിയ കാസ്റ്റിലുള്ള ആളുകളെല്ലാം ടോയ്ലറ്റ് യൂസ് ചെയ്യും, അത് ക്ലീൻ ചെയ്യില്ല. അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം അന്നൊരു വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു, ഭാങ്ങി എന്നുള്ളായിരുന്നു അവരെ യൂസ് ചെയ്ത് അവരുടെ നെയിം. ഈ ഭാങ്ങി യിൽപ്പെട്ട വർഗത്തിൽപ്പെട്ട ആളുകളാണ് ഈ ആളുകൾ യൂസ് ചെയ്യുന്ന ടോയ്ലറ്റ്സ് എല്ലാം ക്ലീൻ ചെയ്തിരുന്നത്. അപ്പോൾ ഗാന്ധിജി എന്ത് ചെയ്തു ആ സമയത്ത്, ഹിംസെൽഫ് ക്ലീൻ ദ ടോയ്ലറ്റ് അയാൾ സ്വന്തം ക്ലീൻ ചെയ്തു. ടു ഡിഗ്നിറ്റി ദ വർക്ക് ഓഫ് ഭാങ്ങിയുടെ ജോലിയുടെ എന്താണ് ആ ജോലിയുടെ ആ വർക്കിൻ്റെ ഡിഗ്നിറ്റി, മാന്യത കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അയാൾ അതങ്ങനെ ചെയ്തത്. and persuade upper caste to change their heart and give up the sin of untouchability. അല്ലെ, മാത്രമല്ല ഗാന്ധിജി പെർസ്വാഡ് അപ്പർ കാസ്റ്റ്, ഹൈ കാസ്റ്റിലുള്ള ആളുകളെ, അപ്പർ കാസ്റ്റിലുള്ള ആളുകളെ പെർസ്വാഡ് ചെയ്തു, നിർബന്ധിച്ചു. എന്തിന്? ടു ചേഞ്ച് ദർ ഹേർട്ട്, നിങ്ങളുടെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ മാറ്റൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്താഗതി മാറ്റൂ. ആൻഡ് ഗീവ് അപ്പ് ദ സിൻ ഓഫ് അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ എന്നുള്ള പാപം, അല്ലെ, സിൻ, ആ പാപം ഒഴിവാക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഗാന്ധിജി എപ്പോഴും persuade ചെയ്തു to upper caste. Okay, but many Dalit leaders were keen on a different political solution to the problem of the community. They began organizing themselves, demanding a reserved seat in educational institutions and a separate electorate that would choose Dalit member for legislative council. Political empowerment, they believed, would resolve the problems of their social disabilities. Dalit participation in the civil disobedience movement was therefore limited, particularly in the Maharashtra and Nagpur region, where their organization was quite strong. What is saying? Many Dalit leaders were keen on different political solution. ദളിത് വർഗത്തിൽപ്പെട്ട ആളുകളുടെ ലീഡേഴ്സ് എന്താണ്, അവർ കീനായിരുന്നു, ബുദ്ധിപൂർവ്വം അവരെന്ത് ചെയ്തു, പൊളിറ്റിക്കൽ സൊല്യൂഷൻ ഫൈൻഡ് ചെയ്ത്. അതായത് പൊളിറ്റിക്കൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഭരണത്തിൽ, അല്ലെ, റൂളിൽ അവരുടെ മെമ്പേഴ്സ് ഉണ്ടായാൽ തങ്ങൾക്ക് തങ്ങളുടെ പ്രോബ്ലംസ് ഒഴിവാക്കാൻ പറ്റുമെന്ന് അവർ ചിന്തിച്ചു. മെനി ദളിത് ലീഡേഴ്സ് വർ കീൻ ഓൺ ദ ഡിഫറെൻറ്റ് പൊളിറ്റിക്കൽ സൊല്യൂഷൻ ടു ദ പ്രോബ്ലംസ് ഓഫ് ദ കമ്മ്യൂണിറ്റി. ആ കമ്മ്യൂണിറ്റിയുടെ പ്രോബ്ലംസ് ഒഴിവാക്കാൻ പൊളിറ്റിക്കലി അവർക്ക് പൊളിറ്റിക്കൽ സൊല്യൂഷൻ വേണമെന്ന് അയാൾ പല ലീഡേഴ്സും മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ദേ ബിഗാൻ ഓർഗനൈസിങ് ദംസെൽസ്, എല്ലാ ദളിത്സും ഒന്നിച്ച് ഓർഗനൈസ് ചെയ്യാൻ തുടങ്ങി. എന്തിനു വേണ്ടി? ഡിമാൻഡ് റിസർവ്ഡ് സീറ്റ്സ് ഇൻ ദ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അല്ലെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സീറ്റ് റിസർവേഷന് വേണ്ടിയിട്ടും. ആൻഡ് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് ദാറ്റ് വുഡ് ചൂസ് ദളിത് മെമ്പേഴ്സ് ഫോർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. അതായത് ദളിത്സിന് വേണ്ടി മാത്രം ഒരു സീറ്റ് ഒഴിവാക്കുക, അവിടെ ദളിത്സ് മാത്രമേ മത്സരിക്കാൻ പാടുള്ളൂ. എന്നിട്ട് ആ സീറ്റിൽ നിന്ന്, ആ ഇലക്ട്രേറ്റിൽ നിന്ന് ദളിത് മെമ്പേഴ്സ് മാത്രം, ഏത് പാർട്ടിയാണെങ്കിലും ആ ദളിത് മെമ്പേഴ്സ് മാത്രം ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലോട്ട് സെലക്ട് ചെയ്യുക. അതാണ് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് എന്ന് പറയുന്നത്. സെപ്പറേറ്റ് ഇലക്ട്രേറ്റിന് വേണ്ടിയിട്ടും ദളിത് ഗ്രൂപ്പ്സ് എന്ത് ചെയ്തു, ഓർഗനൈസ് ചെയ്തു. സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് ദാറ്റ് വുഡ് ചൂസ് ദളിത് മെമ്പേഴ്സ് ഫോർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ദെൻ പൊളിറ്റിക്കൽ എംപവർമെന്റ്, ഇത്തരത്തിൽ പൊളിറ്റിക്കലി പവർ കിട്ടുമ്പോൾ, എംപവർമെന്റ് ആവുമ്പോൾ, ദേ ബിലീവ്ഡ്, അല്ലെ, അവർ വിശ്വസിച്ചു, വുഡ് റിസോൾവ് ദ പ്രോബ്ലംസ് ഓഫ് ദെയർ സോഷ്യൽ ഡിസബിലിറ്റീസ്, അല്ലെ, അവരുടെ സൊസൈറ്റിയിലുള്ള ഡിസബിലിറ്റീസിനുള്ള പ്രോബ്ലംസ് റിസോൾവ് ചെയ്യാൻ പറ്റും ഇത്തരത്തിൽ പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ കിട്ടിയ, പൊളിറ്റിക്കൽ എംപവർമെന്റ് കിട്ടിയ എന്നവർ വിശ്വസിച്ചു. ദളിത് പാർട്ടിസിപ്പേഷൻ ഇൻ ദ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് വാസ് ദെർഫോർ ലിമിറ്റഡ്, അല്ലെ, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്സിലെല്ലാം മെയിനായിട്ടും കോൺഗ്രസ് മെമ്പേഴ്സ് ആയിരുന്നു, സനാതനീസ് ഉണ്ടായിരുന്നു. ഓൺലി ഗാന്ധിജിയെ പോലുള്ള കുറച്ച് ആളുകൾ മാത്രമേ ഇവരെ സപ്പോർട്ട് ചെയ്തുള്ളൂ. അതുകൊണ്ട് തന്നെ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിൽ ഇവരെ പാർട്ടിസിപ്പേഷൻ ലിമിറ്റഡ് ആയിരുന്നു, അതായത് കുറവായിരുന്നു. പെർട്ടിക്കുലർലി ഇൻ ദ മഹാരാഷ്ട്ര ആൻഡ് നാഗ്പൂർ റീജിയൻ വേർ ദർ ഓർഗനൈസേഷൻ വാസ് ക്വൈറ്റ് സ്ട്രോങ്. മഹാരാഷ്ട്രയിലും നാഗ്പൂരിലെല്ലാം ഈ ദളിത്സിന്റെ ഓർഗനൈസേഷൻ സ്ട്രോങ് ആയിരുന്നു. അവിടെയൊന്നും സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിൽ ഇവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്, 1 second. Okay, next paragraph. Dr. B.R. Ambedkar, who organized the Dalits into Depressed Classes Association in 1930, clashed with Mahatma Gandhi at the second roundtable conference by demanding separate electorate for Dalits.
When the British government conceded Ambedkar demand, Gandhiji began to fast unto death. He believed that separate electorates for Dalits would slow down the process of their integration into the society. Ambedkar ultimately accepted Gandhiji's position, and the result was the Pune Pact of September 1932. It gave the depressed class, or later to be known as a scheduled class, reserved seat in the provincial and central legislative council, but they were to be voted in by general electorate. The Dalit movement, however, continued to be apprehensive of the Congress-led national movement. What is saying in that paragraph? Dr. B.R. Ambedkar. Dr. B.R. Ambedkar നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സിൻ്റെ മെയിൻ ലീഡറാണ് അല്ലേ. അയാൾ ഒരു എന്താണ് ദളിത് മെമ്പറാണ്. അതായത് സൊസൈറ്റിയുടെ താഴെത്തട്ടിലുള്ള ഒരു ഫാമിലിയിൽ നിന്നാണ് B.R. അംബേദ്കർ വളർന്നു വന്നത്. അപ്പോൾ ഡോക്ടർ B.R. അംബേദ്കർ ഓർഗനൈസ്ഡ് ദ ദളിറ്റ്സ് ഇൻ ടു ഡിപ്രസ്ഡ് ക്ലാസ് അസോസിയേഷൻ. ഡിപ്രസ്ഡ് ക്ലാസ് അസോസിയേഷൻ എന്നുള്ള പേരിൽ ഒരു അസോസിയേഷൻ ഫോം ചെയ്തിട്ട് ദളിറ്റ്സിന് വേണ്ടിയിട്ട് ഈ 1930s ക്ലാഷ് വിത്ത് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയായിട്ട് ഇയാൾ എന്ത് ചെയ്തു? ഉടക്കി. ആരെ? ഡോക്ടർ B.R. അംബേദ്കർ. അറ്റ് ദ സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്. സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭാവിക്ക് വേണ്ടിയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു കോൺഫറൻസ് ആയിരുന്നു സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്. ആ കോൺഫറൻസിൽ ഡോക്ടർ B.R. അംബേദ്കർ ഡിമാൻഡ് ചെയ്തു സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് ഫോർ ദളിറ്റ്സ്. ദളിറ്റ്സിന് വേണ്ടിയുള്ള സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് വേണമെന്ന് ഡോക്ടർ B.R. അംബേദ്കർ ഡിമാൻഡ്. ഞാൻ പറഞ്ഞു സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഇലക്ട്രേറ്റ് ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ടാക്കിയാൽ അവിടെ ദളിറ്റ്സ് മാത്രമേ മത്സരിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ ഗാന്ധിജി അതിനെതിരായിരുന്നു. കാരണം when the British government considered അംബേദ്കർ ഡിമാൻഡ്, സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് കൊടുക്കാം എന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് കൺസിഡർ ചെയ്തു ടു ദ അംബേദ്കർ. ബട്ട് ഇത് സമ്മതിച്ചപ്പോൾ ഗാന്ധിജി ബിഗാൻ ടു ഫാസ്റ്റ് അൺടു ഡെത്ത്. ഗാന്ധിജി എന്ത് ചെയ്തു? മരിക്കുന്നവരെ നിരാഹാരം കിടക്കാൻ ആൾ തീരുമാനിച്ചു. അതായത് ഉപവാസം അല്ലെ, ഭക്ഷണം കഴിക്കാതെ കിടക്കാൻ തീരുമാനിച്ചു. കാരണം ഹി ബിലീവ്ഡ് ദാറ്റ് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് ഫോർ ദ ദളിറ്റ്സ് വുഡ് സ്ലോ ഡൗൺ ദ പ്രോസസ് ഓഫ് ദർ ഇന്റഗ്രേഷൻ ഇൻ ടു സൊസൈറ്റി. ഗാന്ധിജി ആവശ്യപ്പെട്ട എന്താണ്? അവരെ സെപ്പറേറ്റ് ആക്കി നിർത്തല്ല, അവരെ എല്ലാവരിലോട്ടും ഇൻകോർപ്പറേറ്റ് ചെയ്യുക, എല്ലാവരെ പോലെയും സൊസൈറ്റിയിൽ അവരെ ഒരുപോലെ ആക്കുക എന്നുള്ളതായിരുന്നു ഗാന്ധിജിയുടെ ലക്ഷ്യം. സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് ആക്കി അവരെ മാറ്റി നിർത്തിയാൽ എപ്പോഴും അവർ സെപ്പറേറ്റ് ആയി നിൽക്കുമെന്നുള്ളതായിരുന്നു ഗാന്ധിജിയുടെ അഭിപ്രായം. അതുകൊണ്ടാണ് അയാൾ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് അവർക്ക് കൊടുക്കാൻ വിസമ്മതിച്ചത്. മാത്രമല്ല ഗാന്ധിജി ബിഗാൻ ടു ഫാസ്റ്റ് അൺടു ഡെത്ത്. ഓക്കെ, സോ അംബേദ്കർ അൾട്ടിമേറ്റ്ലി ആക്സെപ്റ്റഡ് ഗാന്ധിജീസ് പൊസിഷൻ. അവസാനം ഗാന്ധിജിയുടെ പൊസിഷനിൽ ഗാന്ധിജിയുടെ ചിന്താഗതി ആളും മനസ്സിലാക്കി. അവസാനം അയാൾ എന്ത് ചെയ്തു? അത് അയാളെ മനസ്സിലാക്കി ഗാന്ധിജിയോട് കൂടി ചേർന്നു. ആൻഡ് റിസൾട്ട് വാസ് എ പൂന പാക്ട് ഓഫ് സെപ്റ്റംബർ 1932. അതിൻ്റെ അവസാനത്തിലാണ് സെപ്റ്റംബർ 1932 പൂന പാക്ട് എന്ന് പറഞ്ഞൊരു ഒരു ആക്ട് നിലവിൽ വന്നത്. എന്താണ് ആക്ട്? ഇറ്റ് ഗേവ് ദ ഡിപ്രസ്ഡ് ക്ലാസസ് റിസർവ്ഡ് സീറ്റ്സ് ഇൻ ദ പ്രൊവിൻഷ്യൽ ആൻഡ് സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ഡിപ്രസ്ഡ് ക്ലാസസ് എന്ന് പറഞ്ഞാൽ ലേറ്റർ ടു ബി നോൺ ആസ് ഷെഡ്യൂൾഡ് കാസ്റ്റ്. പിന്നെ ഡിപ്രസ്ഡ് ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ അടിച്ചമർത്തപ്പെട്ട ക്ലാസ്സിന് വേണ്ടിയിട്ട് റിസർവ്ഡ് സീറ്റ്സ് കൊടുക്കുക. പ്രൊവിൻഷ്യലും അതായത് സ്റ്റേറ്റിലെ ഇലക്ഷനും സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലും റിസർവ്ഡ് ആയിട്ടുള്ള സീറ്റ്സ് ഇവർക്ക് കൊടുക്കുക എന്നുള്ളതായിരുന്നു പൂന പാക്ട് ഓഫ് സെപ്റ്റംബർ 1932 തീരുമാനമായത്. ഡിപ്രസ്ഡ് ക്ലാസ് എന്നുള്ളത് പിന്നീട് ഇപ്പോൾ നമ്മൾ അതിനെ അറിയപ്പെടുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റ്, SC വാർഡാണെന്ന് നമ്മൾ പറയും. ഇപ്പോൾ പഞ്ചായത്തിലാണെങ്കിലും ഇപ്രാവശ്യം ഇവിടെ SC വാർഡാണ്, SCകൾ മാത്രമാണ് മത്സരിക്കുന്നത്. ഇപ്പോഴും നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതാണ് റിസർവ്ഡ് സീറ്റ് ഫോർ SC. റിസർവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു 5 വർഷം 3 ഇലക്ഷൻ കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷന് എന്തായാലും SCക്കാരായിരിക്കണം അവിടെ മെമ്പേഴ്സായിട്ട് നിൽക്കേണ്ടത്. പഞ്ചായത്തിലാണെങ്കിലും അത് നമ്മുടെ കേരളത്തിലെ ഇലക്ഷൻ ആണെങ്കിലും നമ്മുടെ പാർലമെന്റൽ ഇലക്ഷനിലാണെങ്കിലും എല്ലാം ഈ റിസർവ്ഡ് സീറ്റ്സ് കൊടുത്തിട്ടുണ്ട് SCക്ക്. ഓക്കെ, അപ്പോൾ ഓരോ 2-3 ഇലക്ഷൻ കഴിഞ്ഞാൽ അപ്പോൾ അടുത്ത ഇലക്ഷനിൽ SC എല്ലാ പാർട്ടിയിലുള്ള SC മെമ്പേഴ്സ് മാത്രമേ മത്സരിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് റിസർവ്ഡ് സീറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രേറ്റ് അവർക്കായിട്ട് അവിടെ എല്ലാ ഇലക്ഷനും അവർ മാത്രം നിൽക്കുക. അപ്പോൾ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് എന്നുള്ള ഐഡിയ ഒഴിവാക്കി റിസർവ്ഡ് സീറ്റ് എന്നുള്ള തീരുമാനം എടുത്തു പൂന പാക്ട് ഓഫ് സെപ്റ്റംബർ 1932. ഓക്കെ, സോ ബട്ട് ദേ വർ ടു ബി വോട്ടഡ് ഇൻ ദ ജനറൽ ഇലക്ട്രേറ്റ്. എല്ലാവരും ജനറൽ ഇലക്ട്രേറ്റിലാണ് വോട്ട് ചെയ്യുക. ഇന്ന വർഷം കഴിഞ്ഞാൽ അടുത്ത വർഷം ഇവർക്കായിരിക്കും ഇവരെ മെമ്പേഴ്സ് ആയിരിക്കും സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് റിസർവ്ഡ് സീറ്റ്സ്. ഓക്കെ, ഇപ്പോഴും നമ്മൾ SC വാർഡാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവർക്കും വോട്ട് ചെയ്യും അല്ലേ. എന്താണ് ജനറൽ ഇലക്ട്രേറ്റിലാണ് അവർ നിൽക്കുന്നത് എന്നുള്ള കാരണത്താൽ. ഓക്കെ, സോ ദളിത് മൂവ്മെന്റ് ഹവർ കണ്ടിന്യൂ ടു ബി അപ്രഹെൻസീവ് ഓഫ് ദ കോൺഗ്രസ്
ലെഡ് നാഷണൽ മൂവ്മെൻറ്റ് അല്ലേ. എന്നാലും ദളിത് മൂവ്മെൻറ്റ് എന്താണ്, കോൺഗ്രസ് കൊണ്ടുവന്നിട്ടുള്ള നാഷണൽ മൂവ്മെൻറ്റിനെല്ലാം പേടിയോടെയാണ് കണ്ടത്. അതായത് അത് നന്നായിട്ട് അവർ ഭാഗവാക്കായില്ല എന്നുള്ളതാണ് സെയിങ് ഹിയർ. ഓക്കെ, സോ next we need to study another topic. Now we studied about the one limitation of civil disobedience movement, that with depressed class അല്ലെങ്കിൽ ഹരിജൻ അല്ലെങ്കിൽ ദളിത്. Then next we need to study about the problem of Muslims with the civil disobedience movement, that we can discuss in the next class. Then what we studied today, you should read minimum 5 times, and if you have any doubt you can ask to me. Only we need to complete 3 more pages from that we can complete in 2 classes. After that we need to conduct revision, and maybe we can open our class about 1st of January. So we can see in the next class with our next topic. Okay, thank you.